Okay, mark your attendance. Fatima Jimana, turn on your video. Mark your attendance. Okay. Ready? Okay. Can you see these pictures? Show me your thumb. Can you see these pictures? Yeah, good. Okay. Next lesson, helpful or harmful. Next one is helpful or harmful. What is helpful in the What is meant by helpful? Helper. സഹായം അല്ലേ നല്ലതാണോ ചീത്തയാണോ അതോ ഉപകാരമുള്ളതാണോ ഉപദ്രവമുള്ളതാണോ അല്ലേ നല്ല കാര്യമാണോ ചീത്ത കാര്യമാണോ എന്ന് നിങ്ങൾ പറയണം ഓക്കെ ആർ യു റെഡി വിയോണ ആർ യു റെഡി അലൻ റെഡി ഓക്കെ ഏവൻ മാത്യു അഫുന റിച്ചാർഡ് ഓക്കെ then first one is listen here helpful or harmful. Mummy and I use water from a bucket to clean our car. I will reuse this empty can as a pencil holder. Okay, that is enough. Which of these actions would help the environment? Tick the correct pictures. Okay, now, which of these action would help the environment? Tick the correct pictures. First one is look at this picture. What you can see? Even want to turn on your video. What you can see? ആ ചിത്രം ശ്രദ്ധിച്ച് നോക്കിക്കേ ഫാത്തിമത്ത് ജുമാനിക്ക് എന്താ കാണാൻ പറ്റുന്നത് അതിനകത്ത് ഫസ്റ്റ് പിക്ചറിൽ എന്തൊക്കെ കാണാൻ പറ്റുന്നുണ്ട് നോക്കി പറഞ്ഞേ ആ ചിത്രത്തിൽ എന്തൊക്കെ കാണാൻ പറ്റുന്നുണ്ടെന്ന് ജുമാനെ നോക്കി പറഞ്ഞേ എന്താണിത് What is this? What is this? Unmute. Vimana. Unmute ചെയ്തേ. Unmute. മോളെ മൊബൈൽ അൺമ്യൂട്ട് ചെയ്യേ ആ മൈക്കിന്റെ അടുത്ത് പ്രസ് ചെയ്യേ അൺമ്യൂട്ട് ചെയ്തേ ആ ഗുഡ് ഇനി പറഞ്ഞേ എന്തൊക്കെയാണ് മോൾക്ക് ഈ ചിത്രത്തിൽ കാണാൻ പറ്റുന്നത് നോക്കിക്കേ ഇതെന്താണ് ഇതെന്താണ് കുളത്തുനിന്ന് കുളിക്കുന്നത് കുളത്തുനിന്ന് കുളിക്കുന്നതാണോ സത്യം നോക്കിക്കേ അത് കുളമാണോ സത്യം നോക്കിക്കേ കുളമാണോ ഇത് കുളമായിട്ടാണ് നമുക്ക് തോന്നുന്നത് എന്നാലും സത്യം നോക്കിക്കേ That's a picture of river. That's a picture of river. ഒരു നദിയാണ് റിവറാണ് ഓക്കെ ഇതെന്താണ് നോക്കി പറഞ്ഞേ ചിത്രമാണ് കാണുന്നേ നീച്ചു കേട്ടണം ഞാൻ നീച്ചു നോക്കട്ടെ നീച്ച് അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞേ എന്തൊക്കെയാണ് ചിത്രത്തിൽ കാണാൻ പറ്റുന്നേ
ചിത്രം നോക്കി പറയടാ. ഫാക്ടറി. ആ ഫാക്ടറി ഉണ്ട്. ഗുഡ്. പിന്നെ ഫാക്ടറി എന്തോ ഒന്ന് പുറത്തോട്ട് വരുന്നുണ്ടല്ലോ, ഇതെന്താ? സ്മോക്ക്. ആ സ്മോക്ക്. ഇതെന്താ? ഒരു ഫാക്ടറി മാത്രമേ ഉള്ളോ? ആ ഒരു ഇവിടെ വന്നോണ്ട് ഇവിടെ വന്നോണ്ട് അല്ലേ? പക്ഷെ അതിന് 9 chimneys ഉണ്ട് കേട്ടോ. 4 chimneys are there and smoke come out of this chimneys. അല്ലേ? ഈ 4 ചിമ്മിനിക്കും സ്മോക്ക് പുറത്തേക്ക് വന്നിട്ടേ ഇരിക്കുന്നുണ്ട് അല്ലേ? കൂടാതെ ഇതുണ്ട്. ഇതെന്താണ്? ബിയോണ ഇപ്പൊ ഒന്ന് എഴുതണ്ട മോളെ. ബിയോണ ഇപ്പൊ ഒന്നും എഴുതണ്ട. ഇതെന്താണ്? പിന്നെ രണ്ട് നാളൊന്ന് കുളിക്കുന്നുണ്ട് അല്ലേ? റിവറിൽ ഇറങ്ങി നിന്നിട്ട് പാത്രം കൊണ്ട് വെള്ളം കോരി കുളിക്കുന്നുണ്ട് അല്ലേ? അല്ലേ? ആണോ? നമ്മൾ ബിയോണ എന്തോ റെഡി കാര്യങ്ങൾ ശ്രദ്ധിച്ചു നോക്കുന്നത്. ബിയോണ പറയാൻ വേണ്ടി എഴുതി പറഞ്ഞേ. അഞ്ഞൂറ് തെറ്റാണോ ശരിയാണോ തെറ്റാ നമുക്ക്. അതിന് വേണ്ടി എന്തൊക്കെയാണ് ആ ചിത്രത്തിൽ കാണുന്നത് പറഞ്ഞതാണ്. തെറ്റാണ്, സമ്മതിച്ചു. എന്തുകൊണ്ട് തെറ്റായി? എന്തുകൊണ്ട് തെറ്റായി? റീസൺ വേണ്ടേ? We can say that it is wrong. Okay, but what's the reason for that? ആലോചിച്ച് നോക്കിക്കേ. Okay, ഓക്കെ, മിസ് പറയുന്നത് കേൾക്കാതുണ്ടോ ആർക്കെങ്കിലും? മിസ് പറയുന്നത് കേൾക്കാതുണ്ടോ ആർക്കെങ്കിലും? കേൾക്കുന്നുണ്ട്. ഓക്കെ, 1 second. ഓക്കെ, ഇനി ആർക്കെങ്കിലും കേൾക്കാതുണ്ടോ? ആയുഷ്, അമൻ മാധവ് കേൾക്കാൻ പറ്റുന്നുണ്ടോ? നീലാഞ്ജന, okay, good. Then anybody? Ayush, can you hear me properly? Yeah. എനിക്ക് സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ 4 കുട്ടികളെ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ കണ്ടെന്നിരിക്കില്ല. ചാറ്റ് ബോക്സിൽ കയറി ഒന്ന് എഴുതിയാൽ മതി, കേൾക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ മിസ് കാണും. ചാറ്റ് ബോക്സ് മാർക്ക് ചെയ്താൽ മതി. ഓക്കെ, then Razin, turn on your video. Okay. NASA, sit properly. Okay.
Adit, Anup, and then Ayush. Ayush, can you turn on your video? Okay, good. Then in this picture we can see a boy cleaning his house, washing. അല്ലേ? ഒരു കുട്ടി ഒരു എന്താണ് പശുവിനെ കണ്ടോ ഈ റിവറിൽ ഇറക്കി കുളിപ്പിക്കുക ചെയ്യുന്നത്. ഈസ് ഇറ്റ് എ ഗുഡ് തിങ്? ഗുഡ് തിങ് ആണോ? നല്ല കാര്യമാണോ? മനുഷ്യന്മാരെന്നുണ്ട് തൊട്ടടുത്ത ഒരാൾ നിന്ന് കുളിക്കുന്നുണ്ട്. സാറ, ടേൺ ഓൺ യുവർ വീഡിയോ. സാറ, ടേൺ ഓൺ യുവർ വീഡിയോ. ഓക്കെ, കണ്ടോ? ഒരു പശുവിനെ കുളിപ്പിക്കുന്നു. ആ കുളിക്കുന്ന വെള്ളത്തിൽ തന്നെ ഒരു മനുഷ്യൻ നിന്ന് കുളിക്കുന്നു അല്ലേ? നെക്സ്റ്റ് നോക്ക്, there are factories and smoke come out of this chimney. കണ്ടോ? ഇതെല്ലാം അന്തരീക്ഷത്തിനെ മോശമാക്കല്ലേ? പൊല്യൂഷൻ ആണ് അല്ലേ? എയർ പൊല്യൂഷൻ ആണ്, ഇവിടെ വാട്ടർ പൊല്യൂഷൻ ആണ്. വാട്ട് ഈസ് മീൻ ബൈ പൊല്യൂഷൻ? മക്കളെ, പൊല്യൂഷൻ എന്ന് പറഞ്ഞാല് ചില വണ്ടികളൊക്കെ നമ്മളുടെ മുമ്പിലൂടെ ഇങ്ങനെ നല്ല ഇതില് ഹോൺ അടിച്ചോണ്ട് പോകുമ്പോ നമ്മുടെ ചെവിക്ക് എന്ത് തോന്നും? ചെവി തുളച്ചു കയറുന്നു വരുന്നല്ലേ? മുഹമ്മദ്, വേർ ആർ യു? ആബീസ്, മുഹമ്മദ്, ഐ കാൺ സീ യു. മുഹമ്മദ്, മക്കളെ കേൾക്കാൻ പറ്റുന്നില്ലേ? റസീൻ, സാറ, ടേൺ ഓൺ യുവർ വീഡിയോ. ഓക്കെ, ദെൻ ഇതുപോലെ തന്നെ നെക്സ്റ്റ് അവണ്ടോ. അപ്പോൾ ഈ കാര്യത്തിൽ ഈ കുട്ടി ചെയ്യുന്ന കാര്യം നല്ലതാണോ? ദാറ്റ് ഈസ് റോങ്. ബിക്കോസ് അല്ലേ, വാട്ടർ പൊല്യൂഷൻ ആണ്, വാട്ടർ ഡേർട്ടി വാട്ടർ ആക്കാണ് ചെയ്യുന്നത് അല്ലേ? മനുഷ്യന്മാർക്ക് ഉപയോഗിക്കേണ്ട വെള്ളത്തിൽ മൃഗങ്ങളെ കുളിപ്പിക്കാതിരിക്കാൻ പറ്റുമോ? മനുഷ്യന്മാർക്ക് കുളിക്കാതിരിക്കാൻ പറ്റുമോ? നോ അല്ലേ, വി കാൻ. പക്ഷെ എന്ത് ചെയ്യണം? നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വൃത്തികേടാക്കാതെ നമ്മൾ സൂക്ഷിക്കണം അല്ലേ? അപ്പൊ ഉണ്ടോ, ഈ ഫാക്ടറിയിൽ നിന്ന് വരുന്ന സ്മോക്ക് എയർ പൊല്യൂഷൻ നടത്തും. കൂടാതെ നോക്കിക്കേ, ഈ ഫാക്ടറിയിൽ നിന്ന് ഡേർട്ടി വാട്ടർ ഈ റിവറിലേക്ക് വരുന്നത് കണ്ടോ? ഇവിടെ ഒരു റെഡ് കളറിലെ വാട്ടർ ഫ്ലോ ചെയ്യുന്നത് കണ്ടോ സാറാ? എന്താ നിവേദ്യ? നിവേദ്യ കണ്ടു. റസിന്റെ വീഡിയോ ഓൺ ചെയ്യുമോനെ? ഓക്കെ, ദെൻ ഓക്കെ, ഫാക്ടറിയിൽ നിന്നും ഡേർട്ടി വാട്ടർ ഈസ് കമ്മിങ് ഔട്ട് ഫ്രം ദ ഫാക്ടറി അല്ലേ? അപ്പോൾ ഈ മോശമായ വെള്ളം ഇങ്ങോട്ട് വരുന്നിടത്താണ് ഈ മനുഷ്യനും ഈ കുട്ടിയും കുളിക്കുന്ന അല്ലേ? പശുവിനെ കുളിപ്പിക്കുന്നു, അതുപോലെ തന്നെ ഈ അങ്കിളും കുളിക്കുന്നു അല്ലേ? ആയുഷേ, ആയുഷ് ക്ഷീണം വരുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അപ്പോൾ ഈ ചെയ്യുന്ന പ്രവൃത്തികൾ ശരിയാണോ? ദാറ്റ് ഈസ് റോങ്. ബിക്കോസ് ഇറ്റ് ഈസ് ഡേർട്ടി വാട്ടർ അല്ലേ? വൃത്തികെട്ട വെള്ളമാണല്ലേ? എന്തുകൊണ്ടാണ് വൃത്തികേടായത്? ബിക്കോസ് ഓഫ് ദിസ് ഡേർട്ടി വാട്ടർ ആൻഡ് സ്മോക്ക് ആൻഡ് ബാത്തിങ് അല്ലേ? മൃഗങ്ങളെ എല്ലാം കൊണ്ടൊന്ന് കുളിപ്പിച്ച വെള്ളത്തിലല്ലേ മനുഷ്യന്മാരെ കുളിപ്പിക്കുന്നേ? അതുപോലെ റിവറിൽ കൊണ്ടുവന്ന് മുഹമ്മദ് റസീന്റെ വീഡിയോ ഓൺ ആയിട്ടില്ല കേട്ടോ. ഫാത്തിമ KM, listen here. Fatima, listen here. സബറ, ശരിക്കിരുന്നേ, മോളുടെ വീഡിയോ ശരിയായിട്ടല്ല വരുന്നത്. സബറ, സിറ്റ് പ്രോപ്പർലി. ആ മൊബൈൽ എന്തൊക്കെയാ വെച്ചാൽ ശരിക്കും വെക്കാതെ തലതിരിഞ്ഞ മോളുടെ ആ ഗുഡ്. ഓക്കെ, then second picture ഉണ്ടോ? മമ്മി ആൻഡ് ഐ യൂസ് വാട്ടർ ഫ്രം എ ബാസ്കറ്റ് ടു ക്ലീൻ അവർ കാർ. ഇസ് ഇറ്റ് റൈറ്റ് ഓർ റോങ്? ആയുഷ് ബേബി, ഇസ് ഇറ്റ് റൈറ്റ് ഓർ റോങ്? ശരിയാണോ തെറ്റോ? അൺമ്യൂട്ട് ചെയ്തേ. എന്തുകൊണ്ടാ ശരിയായത്? വൈ? Sarah, Adina, turn on your video. Adina Sunil Kumar. Sarah Maria. നല്ല കാര്യം ചെയ്യുന്നത്. നല്ല കാര്യമാണല്ലേ? ബിക്കോസ് we know water is precious അല്ലേ? We know water is
പ്രഷ്യസ്, ഡോണ്ട് വേസ്റ്റ് ഇറ്റ് അല്ലേ? വെള്ളത്തിന് വേണ്ടി നമ്മൾ ലിസൺ. ആരുടെ സംസാരിക്കുന്നേ? സുനിൽകുമാർ, ലിസൺ ഹിയർ. ഇവിടെ ശ്രദ്ധിച്ചേ, സംസാരിക്കരുത് കേട്ടോ, നമുക്ക് പിന്നെ അവളോട് സംസാരിക്കാം. ഓക്കെ, ദെൻ അപ്പോൾ വാട്ടർ ഇസ് പ്രഷ്യസ്, ഡോണ്ട് വേസ്റ്റ് ഇറ്റ്. വെള്ളം അമൂല്യമായ സാധനമാണ്, നമ്മൾ അതൊരിക്കലും വേസ്റ്റ് ചെയ്യാൻ പാടില്ല. അല്ല, നമ്മൾ എന്ത് ചെയ്യും? നോർമൽ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും? എന്താ ചെയ്യാ? കാറ് കഴുകുന്നത് എങ്ങനെയാ വീട്ടിലെ? നിങ്ങൾ എല്ലാവരുടെ കൂടെ അല്ലേ കാറ് കഴുകുന്നത്? എങ്ങനെയാ കാറും വീട്ടിലെ വണ്ടികൾ വാഹനങ്ങളൊക്കെ കഴുകുന്നത് എങ്ങനെയാ? വെള്ളം നിറച്ചിട്ട് കൊണ്ടുപോയി കഴുകും. ഓ, നല്ല മക്കളാണല്ലോ. ബക്കറ്റിൽ വെള്ളം നിറച്ച് കൊണ്ട് കഴിയും. പക്ഷെ മിസ് കണ്ടിട്ടുള്ളത് അങ്ങനൊന്നും അല്ല. എന്താണോ, പൈപ്പ് പിടിച്ചങ്ങ് ചീറ്റിക്കും അല്ലേ? പൈപ്പ് പിടിച്ചിട്ട് കാരണം മൊത്തം ചീറ്റിക്കും. എന്നിട്ട് പിന്നെ സോപ്പ് ഇടും. പിന്നെ അതിന് കാർ ഷാമ്പു ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞ് എത്ര ലിറ്റർ വെള്ളം ഉപയോഗിക്കുന്നു വണ്ടി കഴുകണമെങ്കിൽ അല്ലേ? അല്ലേ? നമുക്കിവിടെ ലാവിഷായിട്ടുണ്ട്. നമുക്കിവിടെ ലാവിഷായി വെള്ളം ഉള്ളത് കൊണ്ട് പ്രശ്നമില്ല. പക്ഷെ വെള്ളത്തിന് ക്ഷാമമുള്ള സ്ഥലങ്ങളുണ്ടല്ലേ, കുടിക്കാൻ പോലും വെള്ളം കുടിക്കാൻ പോലും വെള്ളം കിട്ടാത്ത സ്ഥലങ്ങളുണ്ട്. ഓക്കെ, ആർക്കെങ്കിലും കേൾക്കാതുണ്ടോ? ക്ലിയർ അല്ലേ? ഇഷിരാജ്, ഓക്കെ. Okay, then next one, I will reuse this empty can as a pen holder. I will reuse this empty can as a pencil holder. കണ്ടോ ഈ കുട്ടി ചെയ്യുന്ന കാര്യം കണ്ടോ? പക്ഷെ നമ്മളൊക്കെ എന്താ സാധാരണ ചെയ്യുക? ക്യാനിനകത്തുള്ള അല്ലെ പ്ലാസ്റ്റിക് കവറിനകത്തുള്ള സാധനം തിന്ന ശേഷം എന്ത് ചെയ്യും? അത് അങ്ങോട്ട് പിന്നെ വീട്ടിലോട്ട് തന്നെ വലിച്ചെറിയ, അല്ലെ മുറ്റത്തോട് വലിച്ചെറിയ അല്ലേ? പിന്നെ അമ്മ വന്ന് വേണം അത് എടുത്തിട്ട് കൊണ്ട് കളയാൻ വേണ്ടിട്ടല്ലേ? പക്ഷെ ഈ കുട്ടി ചെയ്യുന്ന കാര്യം നോക്കിക്കേ, അവനൊരു ചെറിയ ടിൻ അവന്റെ കയ്യിലുണ്ട്. അത് അവൻ പെൻസിൽ ബോക്സ് ആയി റീയൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഈ കുട്ടി ചെയ്യുന്നത് റൈറ്റ് ഓർ റോങ്? Okay, then take your book, page number 157. Take your book, page number 157. Okay, this one. Anugraha, okay. Adina, where are you? Turn on your video. Nivedya Vinod, turn on your video. Ayan Vijesh, I can't see you properly. ശരിക്കിരുന്നേ. Ayan Vijesh മിസ്സിനെ കാണുന്നില്ല. Okay, then I will reuse this empty can as a pencil holder. കണ്ടോ, ഞാൻ ഈ ക്യാന് പെൻസിൽ ഹോൾഡർ ഉപയോഗിക്കും. അതുപോലെ നിങ്ങൾക്ക് പറ്റുമോ വീട്ടിലുള്ള വേസ്റ്റ് മെറ്റീരിയൽസ് കൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളെ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് പറ്റുമോ?
വേസ്റ്റ് മെറ്റീരിയൽ നമ്മുടെ റയാൻ എന്തോ നല്ല ചിരി വരുന്നുണ്ട്, എന്തോ നല്ല കാര്യം അവൻ അറിയാം വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ട്. വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ട് റയാൻ എന്തെല്ലാം സാധനങ്ങൾ ഉണ്ടാക്കും, നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ സാധനങ്ങൾ പറഞ്ഞേ. അങ്ങനെ വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ട് എന്തെങ്കിലും സാധനങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ട് മിസ്സിന് അതിന്റെ ഫോട്ടോ എടുത്ത് അയച്ചു തരണേ. ഓക്കെ, കണ്ടോ? യൂസിങ് ഓഫ് വേസ്റ്റ് ബിൻ. നമ്മൾ ആ കുട്ടികൾ അത്ര നല്ല മക്കളാന്ന് നോക്കിക്കേ. പഴം കഴിച്ച ശേഷവും അതുപോലെ എഴുതിയ പേപ്പറും ഒക്കെ വേസ്റ്റ് വന്നത് ഡസ്റ്റ്ബിന്നിലാണ് ഇടുന്നത്. മക്കൾ എവിടെ ഇടുന്നത്? നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ കിട്ടിയ ഒരു സാധനം ഉപയോഗമില്ലെങ്കിൽ അത് എവിടാ വെക്കുക? വേസ്റ്റ് ബോക്സിൽ കൊണ്ട് വെക്കും, ഇടുമോ? നിങ്ങൾ നിങ്ങളുടെ ബുക്ക് വെക്കുന്ന നിങ്ങളുടെ റൂം എങ്ങനെയാണ്? നീറ്റ് ആൻഡ് ക്ലീൻ ആണോ? നീറ്റ് ആൻഡ് ടൈഡി ആണോ? എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ ബുക്കുകളൊക്കെ സൂക്ഷിക്കുന്നത്? ഭക്ഷണം കഴിച്ച ശേഷം നിങ്ങളുടെ പാത്രം നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ കുളിച്ച ശേഷം വസ്ത്രം മാറി കഴിയുമ്പോൾ ആ വസ്ത്രം എവിടെ കൊണ്ടിടുന്നത്? ബാത്റൂമിൽ ഇട്ടു പോരുമോ? അതോ അലക്കുന്ന വാഷിംഗ് മെഷീൻ എടുത്ത് അല്ലെങ്കിൽ അലക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി വെക്കുമോ? എത്ര മക്കൾ ചെയ്യും? എത്ര കുട്ടികൾ ഭക്ഷണശേഷം പാത്രം സ്വയം കഴുകി വൃത്തിയാക്കി വെക്കും? വീട്ടിൽ എന്തെങ്കിലും സാധനം നിലത്ത് കിടക്കുന്നൊക്കെ കണ്ടാൽ എത്ര മക്കൾ അതെടുത്ത് അതിന്റെ പ്രോപ്പർ സ്ഥലത്ത് കൊണ്ടുവയ്ക്കും? അതോ അതിന്റെ മേലെ കൂടെ ചാടിക്കിടന്ന് പോകുമോ? ഇല്ല, നല്ല മക്കളല്ലേ. അതിനൊക്കെ ഇന്ന് ആരൊക്കെ ഗസ്റ്റ് ഒക്കെ ഉണ്ട്, അതുകൊണ്ട് അതിനയുടെ ശ്രദ്ധ മുഴുവൻ ഇവിടെ ഒന്നും അല്ല അല്ലേ അതീന? മിസ്സിന് കാണാൻ നിങ്ങൾ ചെയ്യുന്നതൊക്കെ അല്ലേ? ആദിനാഥ് നല്ല മോനായിട്ടിരിപ്പുണ്ട്. ആദിനാഥ് അനുഗ്രഹമൊക്കെ നല്ല ശ്രദ്ധിച്ചിരിപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്? വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ട് മക്കൾക്ക് എന്തെല്ലാം സാധനങ്ങൾ പുതുതായി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടാക്കാം എന്നതുണ്ടാക്കുക എന്ന് മിസ്സിനെ കാണിച്ചു തരിക. ഉണ്ടാക്കിയിട്ട് ചിത്രം വെച്ചോ അല്ലെങ്കിൽ പേരെഴുതുകയോ ചെയ്യുക. അതുപോലെ തന്നെ ഇനി മുതൽ നിങ്ങൾ നിങ്ങളുടെ റൂമും വസ്ത്രങ്ങളും അതുപോലെ നിങ്ങൾ ഉപയോഗിക്കുന്ന സാധനങ്ങളും എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആയി വെക്കണം. റെഡിയാണോ? എത്ര പേര് റെഡിയാണെന്ന് പറഞ്ഞേ? നിവേദ്യ റെഡിയാണ്. അനാമികയുടെ കാണുന്നില്ല. അനാമിക ലിസൺ ഹിയർ. ഓക്കെ, എത്ര പേര് റെഡിയാണ്? അമൃത റെഡിയാണ്, ദാനിയൽ റെഡിയാണ്. ഓക്കെ, അനുഗ്രഹം ഒന്നും പറയുന്നില്ലല്ലോ. അനുഗ്രഹ റെഡിയാ. ദേവർഷയുടെ മുഖം കാണുന്നില്ല മിസ്സിന്, മൂക്കും വായും ഒക്കെ മാത്രമേ കാണൂ. ഇപ്പൊ കാണാം. ഇപ്പൊ ശരി കേട്ടോ. ഇപ്പൊ ഗുഡ്. കുറച്ചെടുത്താണിരുന്നേ, കുറച്ച് ദൂരത്തോട്ട് ഇരിക്കുകയും ചെയ്തേ അനുഗ്രഹ. ദേവർഷ, ബിയോണ ലിസൺ, അമൃത. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എന്തൊക്കെ ചെയ്യണം? ഇനി മുതൽ വെള്ളം ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ? അതുപോലെ വേസ്റ്റ് മെറ്റീരിയൽ ഒക്കെ ഇതിലെ അലക്ഷ്യമായി വലിച്ചെറിയാതെ യൂസ് ഡസ്റ്റ്ബിൻ. ഓക്കെ, യൂസ് ഡസ്റ്റ്ബിൻ. കൂടാതെ നമ്മൾ വാഹനങ്ങൾ കഴുകുമ്പോഴും തുണി നനയ്ക്കുമ്പോഴും എന്തിനായാലും എപ്പോഴും വെരി കെയർഫുൾ അബൌട്ട് യൂസ് ഓഫ് വാട്ടർ. ഓക്കെ, ഡോണ്ട് വേസ്റ്റ് വാട്ടർ. വാട്ടർ ഇസ് എ പ്രഷ്യസ് തിങ്. നമുക്കൊന്ന് ആലോചിച്ച് നോക്കി, 2 ദിവസം വീട്ടിൽ 2 ദിവസം വേണ്ട, ഒരു ദിവസം തന്നെ വീട്ടിൽ വെള്ളമില്ലാത്ത വരുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അല്ലെ, ഒന്നും വേണ്ട, മോട്ടറിന് തകരാറായി വെള്ളം കോരേണ്ട അവസ്ഥ വന്നാൽ തന്നെ വീട്ടിലെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മള് അല്ലേ? അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ അതൊക്കെ പ്ലെന്റി ഓഫ് ആണ്, ഇഷ്ടം പോലെ കിട്ടുന്നതുകൊണ്ട് നമ്മൾക്ക് അതിന്റെ വില അറിയില്ല. കണ്ണുള്ളപ്പം കണ്ണിന്റെ കാഴ്ച അറിയില്ല എന്ന് പറയുന്ന പോലെ we are not bother about that because there is no scarcity of water for us. Plenty of water is available for us. അതുകൊണ്ട് നമ്മൾ we are not bother about that. പക്ഷെങ്കിൽ വെള്ളം എന്നത് വാല്യുബിൾ തിങ്സ് ആണ്. ഡോണ്ട് വേസ്റ്റ്. അതുപോലെ തന്നെ അതിനെ ഡേർട്ടി ആക്കാൻ പാടില്ല. എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വൃത്തിക്ക് സൂക്ഷിക്കാൻ ശ്രമിക്കണം. കാരണം പ്രത്യേകിച്ച് റിവർ, പോണ്ട് അല്ലാതെ അതൊക്കെ പബ്ലിക്, നമ്മൾ മാത്രമല്ല പബ്ലിക് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ അപ്പോൾ ചിലർ കണ്ടോ മരത്തിൽ കുത്തി വരയ്ക്കുന്നുണ്ടോ? ഒരു കുട്ടി ലുക്ക് ലാസ്റ്റ് പിക്ചർ, ഒരു മരത്തിന്റെ മുകളില് ചിത്രങ്ങളൊക്കെ വരച്ചു വെച്ച് അല്ലേ?
നമ്മൾ ചില പല സ്ഥലത്തും ടൂറൊക്കെ പോകുമ്പോൾ കാണാം അവിടുത്തെ ഭിത്തിയിലൊക്കെ അവരുടെ പേരുകളൊക്കെ വെച്ച് വൃത്തി. ടൂറിസ്റ്റുകൾ വരുന്നത് അല്ലെ നമ്മൾ പോകുന്നത് അവരുടെ പേരും ചിത്രവും കാണാൻ വേണ്ടിയിട്ടാണോ? അല്ല അല്ലേ, നമ്മളതിന്റെ ചരിത്ര പ്രാധാന്യം, നമ്മളതിന്റെ ഭംഗി മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത് അല്ലേ. പക്ഷെ എന്ത് ചെയ്യും, അത് പരമാവധി കുത്തി വരച്ച് കീറി നശിപ്പിച്ചു വെക്കും. നമ്മുടെ പേര് നമുക്ക് മാത്രമേ പ്രധാനപ്പെട്ടതേ ഉള്ളൂ, നമ്മളെ അറിയാത്തവർക്ക് നമ്മുടെ പേരിന് വല്ല പ്രാധാന്യമുണ്ടോ? അപ്പോൾ നമ്മൾ എവിടെ പോയാലും നമ്മൾ എവിടെ ആയിരുന്നാലും ആ പരിസരം നീറ്റ് ആൻഡ് ക്ലീൻ ആയി സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അല്ലാതെ നമ്മൾ കാണുന്നിടത്തൊക്കെ കരി കൊണ്ട് കുത്തി. ചിത്രം വരയ്ക്കാൻ ശേഷിയുള്ളവർ, കഴിവുള്ളവർ ചിത്രം വരയ്ക്കാം, പക്ഷെ അതിനുവേണ്ടി പേപ്പറും അതുപോലെ ഭിത്തിയൊക്കെ ഉപയോഗിക്കുന്നതാണെങ്കിലും പബ്ലിക്കായ സ്ഥലത്തിലല്ല അത് ഉപയോഗിക്കേണ്ടത്. പറഞ്ഞ മനസ്സിലായല്ലോ. എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഉപയോഗിക്കാം. ചില പല സ്ഥലത്തുണ്ട്, പല സ്ഥലത്ത് പല സ്ഥലത്ത് പോകുമ്പോഴും അവിടുത്തെ ഭിത്തിയിലൊക്കെ ഇങ്ങനെ കുത്തി വരച്ചൊക്കെ വെക്കുന്ന കാണാം. അത് നല്ല സ്വഭാവമാണോ? നമ്മളൊരു വേറൊരു വീട്ടിൽ ചെന്നാൽ അല്ലെ വേറൊരു സ്ഥാപനത്തിൽ ചെന്നാൽ അവിടെ ചെന്ന് കാണുന്നെല്ലാം വലിച്ചു വാരി ഇടുക, അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? അയാൻ വിജീഷ ഇവിടെ നോക്കിക്കേ, അയാൻ ലിസൺ. ഓക്കെ അല്ലെ. അപ്പോൾ എപ്പോഴും നമ്മൾ ആയിരിക്കുന്ന ഇടം നല്ല രീതിയിൽ, അതായത് പോസിറ്റീവ് എനർജി കൊടുക്കുന്ന രീതിയിലായിരിക്കണം. അല്ലാതെ നമ്മളെ കാണുമ്പോൾ അയ്യോ ശല്യം വന്നല്ലോ എന്ന് ആരും പറയല്ലേ, അല്ലേ? പറയാൻ പാടുണ്ടോ? ഇല്ല. നമ്മൾ എവിടെയായിരിക്കുമ്പോൾ മലയാളത്തിലൊരു ചൊല്ലുണ്ടല്ലേ, കാണുമ്പോൾ കണ്ണിൽ പ്രകാശത്തിന്റെ കതിരുകൾ ഇല്ലെങ്കിൽ സ്വർണം തരാമെന്ന് പറഞ്ഞാലും അവിടെ നിൽക്കാൻ പാടില്ല എന്ന്. അതായത് നമ്മളെ ആദ്യമായിട്ട് ഒരാൾ കാണുമ്പോൾ അയാളുടെ മുഖത്ത് സന്തോഷത്തിന്റെ, ആ കണ്ണുകളിൽ നോക്കിയാൽ മനസ്സിലാവും, സന്തോഷത്തിന്റെ ഒരു സ്പാർക്ക് ഇല്ല എങ്കിൽ എത്ര പറഞ്ഞാലും നമ്മൾ അവിടെ പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ പാടില്ല എന്നാ പറയുന്നത്. കാരണം നമ്മുടെ പ്രസൻസ് അവർ ഇഷ്ടപ്പെടുന്നില്ല എന്നർത്ഥം. അപ്പോൾ നമ്മുടെ പ്രസൻസ് മറ്റുള്ളവർ ഇഷ്ടപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? നല്ല രീതിയിൽ ബിഹേവ് ചെയ്യണം അല്ലേ. അപ്പോൾ ഒരിക്കലും ഹാംഫുൾ ആവാൻ പാടില്ല, എപ്പോഴും ഹെൽപ്ഫുൾ ആവണം. മുഹമ്മദ് മുഖ്തസിം ഇപ്പോഴാണോ മോനെ കയറുന്നത്? വൈ ആർ യു സോ ലേറ്റ്? ഓക്കെ അല്ലേ. എപ്പോഴും നമ്മൾ മറ്റുള്ളവർക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ ശ്രദ്ധിക്കണം. നമ്മളെ കൊണ്ട് ഉപദ്രവമല്ല അവർക്ക് ഉണ്ടാവേണ്ടത്. റെഡി? ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് തേഴ്സ്ഡേയില് മിസ് നെഹ്റു, ചാച്ച നെഹ്റുവിന്റെ ക്ലാസ് ടെസ്റ്റ് ഇടുന്നതാണ്. ഇന്ന് നിങ്ങൾ അധികം പേര് നിങ്ങൾ റെഡി ആയിട്ടൊന്നും മിസ്സിന് അറിയാം, എന്നാൽ വളരെ കുറച്ച് പേര് റെഡി ആയിട്ടില്ല, അതുകൊണ്ടാണ് മിസ് ഇടാത്തത്. ഓക്കെ. അപ്പോൾ ടാറ്റ ടാറ്റ. ടാറ്റ. ഓക്കെ. ദാനിയൽ, നാസ, റസിൻ യൂസഫിന്റെ വീഡിയോ ഇതുവരെ ഓൺ ആയിട്ടില്ല. ഓക്കെ മക്കളെ, കാണാം. ഏബൽ മാത്യു, ബൈ. ദാനിയൽ ബൈ ബൈ. സാവിയോ ബൈ. സാവിയോ മിസ്സിനൊരു ഗുഡ് മോർണിംഗ് പറഞ്ഞായിരുന്നോ? ഓക്കെ ഗുഡ്.